ആ ബിരിയാണി പൊട്ടിച്ച് കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവറായി. ഈ റൈസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നാൽ മാത്രമാണ് ഈ ഒരു ഫ്ലേവർ ഇവിടെ കിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷെഫ് ടൂബ് സ്പെഷ്യൽ ബിരിയാണിയാണ്. ബിഗിനേഴ്സിന് പോലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ചെറിയ റൈസ്, ജീരകശാല റൈസ്, കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ സോക്കിംഗ് ടൈം കൂടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവിനെ ബാധിക്കും. ഈ വെള്ളം ശരിക്കും തെളിഞ്ഞു വരുന്ന അത്രയും നമ്മൾ കഴുകണം. 3-4 പ്രാവശ്യം അരി നന്നായിട്ട് കഴുകുക. വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സമയം പോകുന്നതുമായിട്ടുള്ള സംഭവം ഫ്രൈഡ് ആയിട്ടുള്ള ഒനിയൻ തയ്യാറാക്കാനാണ്. ഓരോരോ തിൻ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാ സ്ലൈസ് പീസും നമുക്ക് ഓരോന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ 2-3 തവണയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒറ്റ തവണ ഇട്ട് കൊടുത്താൽ ഈ ഓയിൽ മുഴുവൻ നിറഞ്ഞു പൊന്തി പുറത്തേക്ക് പോകും. അപ്പൊ 3-4 തവണയായിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. നമ്മൾ അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒരേപോലെ കുക്കാവണം. കറിവേപ്പില എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഈ ചിക്കൻ ഉപ്പിലും വിനാഗിരിയിലിട്ട് അരമണിക്കൂറോളം വെച്ചു. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ചിക്കന്റെ സ്കിന്ന് തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. വളരെ ലൈറ്റ് മസാല മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുകയുള്ളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മളിത് തൈര് ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ലൈറ്റ് മസാല ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ഒനിയൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ബിരിയാണിയുടെ എല്ലാ വർക്കിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, ദം ചെയ്ത് ബിരിയാണി ഉണ്ടാക്കും പോലെയല്ല. ഓവറായിട്ട് നമ്മൾ ചില സ്ഥലത്തൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ പറയാറുണ്ട് ചിക്കൻ ഭയങ്കര മൂത്തതാണെന്നൊക്കെ തമാശ രൂപത്തിൽ. അതായത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഹാർഡ് ആയിട്ടിരിക്കും. നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 8 മിനിറ്റോളം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. നമ്മൾ ഗ്രേവി തയ്യാറാക്കാനായിട്ട് പോവാണ്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഉപയോഗിച്ച അതേ ഓയിൽ തന്നെയാണ്. ഹോൾ ഗരം മസാല, മീഡിയം വലിപ്പത്തിലുള്ള 4 സവോള എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ്. ഈ ഒരു പരുവത്തിൽ ബ്രൗൺ കളറായി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു. നമ്മളിതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. ഇതിൽ പച്ചമുളകിന്റെ എരിവാണ് വരിക. ആദ്യം തന്നെ നമ്മൾ സവാള സോട്ട് ചെയ്തെടുക്കുമ്പോൾ അല്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി പുതിനയും മല്ലിയിലയും പച്ചമുളകോട് കൂടിയാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലോണം സോട്ടായി വന്നു. ഈ സമയത്ത് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള മസാല ഇതിലേക്ക് ചേർക്കും. മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അല്പം പച്ചമുളക് ഈ സമയത്ത് ഇട്ട് കൊടുത്തു. 2 മിനിറ്റോളം വളരെ സ്ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അരയാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ താഴത്തേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളക്, പുതിന, അതിന് മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തു. ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പുതിന, മല്ലിയില, പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ആ മസാല എല്ലാം നന്നായിട്ട് സോട്ടായി. മീഡിയം വലുപ്പത്തിലുള്ള ഒരു 4 തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റോളം നമ്മൾ വഴറ്റി എടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ചിക്കന്റെ സ്റ്റോക്കോ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ആയാലും മതി. ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു അളവിലുള്ള ഗ്രേവി ഇത്രയും ചിക്കന് കറക്റ്റ് ആയിരിക്കും. ഗ്രേവി എല്ലാം ചിക്കനിൽ നന്നായിട്ട് കവർ ചെയ്ത് വന്നു. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓയിൽമയം എല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റോട് കൂടിയ കുറുകിയ ഗ്രേവിയാണ് നമുക്ക് തയ്യാറായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കിയാലും മതി. ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഉണ്ട്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. 2 ഏലക്കായ, പട്ട, 2 ഗ്രാമ്പു, 1 തക്കോലം, അല്പം പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ കശുവണ്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടും വലുതായിട്ട് വന്നു. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, നല്ല കളറിനായിട്ട് നമ്മൾ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ബിരിയാണിയിൽ നമ്മൾ ഒരുപാട് ഫ്ലേവറുകൾ ഇട്ട് കൊടുക്കുന്നില്ല. അതായത് പൈനാപ്പിൾ എസൻസ്, റോസ് വാട്ടർ, ബിരിയാണി എസൻസ്, അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ ചെയ്യുന്നില്ല. ഇതിൽ നമ്മൾ ഈ സമയത്ത് പൈനാപ്പിൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിൾ ഒക്കെ ശരിക്കും ഓപ്ഷനിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇത് ഒരല്പം ഇട്ട് കൊടുത്താൽ നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ആ റൈസിനകത്ത് തരും. ഒരു നാരങ്ങ കുരു ഇല്ലാതെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ്. റൈസ് അളന്ന പാത്രത്തിൽ 1.5 പാത്രം വെള്ളം, ആ പാത്രത്തിന് 1.5 പാത്രം വെള്ളം, അതിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കാതെ അതിന് പകരം നമ്മൾ റൈസ് നല്ല സോഫ്റ്റ് ആവാനും കളറായിട്ടും കിട്ടാനായിട്ട് അല്പം പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കുക. വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ചു വന്നു. സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ എപ്പോഴും കുക്കറിൽ ചെയ്യുന്നതാണ് നല്ലത്. സിമ്പിളായിട്ട് കുക്കറിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബിരിയാണിയുടെ വെള്ളം നമ്മൾ ഒറ്റയടിക്ക് വറ്റിച്ചെടുക്കരുത്. അത് വറ്റാറായി വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കുക. ആ സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ ഗാർണിഷിനുള്ള സാധനങ്ങൾ അത് തുറക്കുമ്പോൾ ഫുള്ള് ഫ്ലേവറും ആ ഒരു ബിരിയാണിക്ക് കിട്ടണം. അപ്പോൾ അതെല്ലാം നമ്മൾ ആ സമയത്ത് അവസാനമാണ് ചേർക്കണേ. അല്പം കൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണിയിൽ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് മുന്നിട്ട് തന്നെ നിൽക്കണം. മല്ലിയില ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള
ഫ്രൈഡ് ഒനിയനും കറിവേപ്പിലും ഇട്ട് കൊടുത്തു. നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. അല്പം ഗരം മസാല കൂടി നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അലുമിനിയം ഫോയിൽ വെച്ചു. അതിന്റെ ആവി ഒട്ടും പുറത്തേക്ക് പോവാതെ ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെക്കുകയാണ്. ഒരു മിനിറ്റ് കൂടി ഈ ഫയറിൽ ഇരുന്നിട്ടാണ് നമ്മളത് ഓഫ് ചെയ്യുക. റൈസ് ദമ്മാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈത്ത ഉണ്ടാക്കാം. അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില, തൈര്, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ തക്കാളി കുറച്ച് കൂട്ടി ഇടുന്നതുകൊണ്ടും കറിവേപ്പിലേക്ക് ഇടുന്നതുകൊണ്ടും നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ റൈത്ത കിട്ടി. ആ ബിരിയാണി പൊട്ടിച്ച് കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവറായി. ഈ റൈസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നാൽ മാത്രമാണ് ഈ ഒരു ഫ്ലേവർ ഇവിടെ കിട്ടുള്ളൂ. നല്ല സ്പ്രെഡ് ആയിട്ട് നമുക്ക് റൈസ് മാറ്റി കിട്ടി. ബിരിയാണി സർവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പീസ് ചിക്കനാണ് നമ്മൾ ഒരു പോർഷൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണി കൊടുക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അതിന്റെ മുകളിലിട്ട് നല്ല വൃത്തിയായിട്ട് കൊടുക്കുക. ആദ്യമായിട്ട് ബിരിയാണി ചെയ്യുന്നവരുണ്ടെങ്കിൽ സക്സസ് ആയി കഴിഞ്ഞാൽ എന്തായാലും കമന്റ് ഇടാം.